ഡേറ്റൈൻ ചെയ്താ ഞാൻ വീട്ടിൽ പോവില്ല. പിന്നെ എങ്ങോട്ട് പോവും? വേറെ എങ്ങോട്ടെങ്കിലും പോവും, വീട്ടിൽ പോവില്ല. നിനക്ക് മാക്സിമം ഭോപ്പാലിൽ നിന്ന് മമ്മി വന്ന് വിളിച്ച് അങ്ങോട്ടങ്ങ് കൊണ്ടുപോവേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആലോചിച്ചാല് നിന്റെ ഡാഡി നിനക്ക് വേറെ സ്കൂൾ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഡാഡി എന്നെ പിടിച്ച് കെട്ടിക്കും. എങ്കിൽ നല്ലതല്ലേ, ഈ ബോർഡിൽ നിന്ന് ഒരു എസ്കേപ്പ് ആയല്ലോ. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലായിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? ഇതങ്ങനെയൊന്നുമല്ല സാലി, നിനക്കറിയില്ല. എന്റെ ഇഷ്ടമൊന്നും ഡാഡി നോക്കില്ല. ഒരു ചുമതല ഒഴിച്ചുവിടാൻ വേണ്ടി ചെയ്യുന്ന മാതിരിയായിരിക്കും അത്. വല്ല തടിയ എസ്റ്റേറ്റുകാരനും പിന്നെ അവന്റെ കുടിയും ആൾവാസം ഇല്ലാത്ത ഏതെങ്കിലും കാട്ടിലെ കുന്നിൻപുറത്തെ ബോറടിച്ച പോഷ് ലൈഫും. അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയിക്കളയാൻ മോളെ. എവിടെ? ദൂരെ ദൂരെ എവിടെയെങ്കിലും, സേഫായൊരു ദൂരെ. ഡമൻ വിഷ് ചെയ്ത രീതി നന്നായിരിക്കുന്നു. വിഷ് ചെയ്തോ? ആര് വിഷ് ചെയ്തു? കാണുമ്പോ വിഷ് ചെയ്യാൻ നിങ്ങൾ ആരാ? കന്യാകാമാതാവാണോ? ദേ കുട്ടി, എക്സാമിന് ഇനി 1.5 മാസമുണ്ട്. വേണേൽ ഇന്നു മൂലം ഒരു തീരുമാനമെടുത്ത് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ ചിലപ്പോ രക്ഷപ്പെടാം. രണ്ടിനും നല്ല തലയുള്ളോണ്ട് പറയുക. അതല്ല എന്തായാലും പോക്കാണെന്ന മട്ടിൽ എന്തും കാണിച്ചുകളെന്ന് അങ്ങ് തീരുമാനിച്ചു കളിച്ചാ ഷുവറാ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, രണ്ടും അടുത്ത വർഷം സ്കൂളിൽ കാണില്ല. പിന്നെ എന്താ കാണണോ? ഞങ്ങള് കണ്ടില്ലേ, ചിലപ്പോ ടീച്ചറും കണ്ടില്ലെന്ന് വരും. ഓ, സ്കൂള് നിങ്ങളുടെ കുടുംബസ്വത്താണല്ലോ. പിന്നെ നിങ്ങളുടെ ആയിരിക്കും, എന്റെ അല്ല. അത് ഓർത്താ മതി. പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട് മാത്രം വല്ല വീട്ടിലും അടുക്കള ജോലിക്ക് പോകുന്ന പെൺപിള്ളേര് ലക്ഷക്കണക്കിനാണ് നമ്മുടെ നാട്ടില്. നല്ല ബുദ്ധിയുള്ള പെൺപിള്ളേര്, അറിയാമോ നിങ്ങൾക്ക്? കണക്കെടുത്തിട്ടില്ല. ബുദ്ധിയും ഹെൽത്തും പണവും എല്ലാം തന്ന സ്ഥിതിക്ക് സ്വല്പം വിവരം എന്ന് പറയുന്ന സാധനവും കൂടെ ദൈവം നിങ്ങൾക്ക് തരാതിരുന്നത് ക്രൂവലായിപ്പോയി. എനിക്കിവിടെ ഒരു കല്ലുമേലങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് വേറൊരു കല്ലെടുത്ത് ഇടിച്ചിടിച്ചിടിച്ച് ചതയ്ക്കാൻ തോന്നുന്നു. നാളെ സാറ വീട്ടിൽ പോകുമ്പോ ഞാനിവിടെ ടൗൺ വരെ വരുന്നുണ്ട്. മണി ഓർഡർ അയക്കാനോ? ആ, ഇന്ന് തീയതി 3, നാളെ 4. ഇത്തവണ 350 രൂപ തന്നെയാണോ? അതോ എക്സ്ട്രാ വല്ലതും അയക്കുന്നുണ്ടോ? ഇല്ല. അനിയൻ എവിടെ നിന്ന് പ്രാവുന്നുണ്ടാവും. ഇല്ല, അവനറിയാം എനിക്കിവിടെ എന്താ കിട്ടുന്നതെന്ന്. അടുത്ത കൊല്ലം മുതൽ കൂടുതൽ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആവും. ആ, അതോടെ ഒരു ഭാരം ഒഴിഞ്ഞു. അനിയനെ എഞ്ചിനീയർ ആക്കി എന്നൊരു സമാധാനത്തോടെ പിന്നെ സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിച്ചു തുടങ്ങാം. പിന്നെ വേണോ ആലോചിച്ചു തുടങ്ങാൻ. പിക്നിക്കിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ നാളെ തന്നെ അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സിന്റെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 85 രൂപയാണ് പിക്നിക് ഫീ. സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ സെക്രട്ടറി മിസ് ദേവികയായിരിക്കും പിക്നിക് ഇൻചാർജ്. പിക്നിക് ഫീ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഫീയോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. റിപ്പീറ്റ്. The amount of the picnic fee will be adjusted along with the next installment of fee. The picnic fee will be 85 rupees. 85. പിക്നിക്കിന്റെ പിറ്റേ ദിവസം അവൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. നമുക്ക് പിക്നിക്കിന് സ്കൾക്ക് ചെയ്യാൻ വേണ്ടി പിക്നിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 2 കുട്ടികൾ കുറവ്. അതുകൊണ്ട് 2 പ്രായമായ പെമ്പിള്ളേര് മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചു കളിയാന്നാ? സ്കൂളിലെ നാട്ടുകാർ പിന്നെ വെറുതെ വിടുമോ? പത്രക്കാർ ചുമ്മാ ഇരിക്കുവോ? പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അനങ്ങായിരിക്കുവോ? പിന്നെ പിള്ളേര് വിടുമോ? സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇവിടെ വാതിൽ വന്ന് കുത്തിയിരിക്കില്ലേ? പ്രശ്നമാവും. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പം മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലുമല്ല, പിക്നിക് ഇൻചാർജ് ആരായിരുന്നു അവരെ ഒക്കെ പുറത്താക്കിയേ പറ്റൂ. സംശയിക്കണ്ട, ഷി വിൽ ബി സാക്ട്. നമ്മളോ? നമ്മൾ ചിലപ്പോ തിരിച്ചു വരും, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും. ഏതായാലും അടുത്ത കൊല്ലം നമുക്ക് ഇവിടം പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണേ. ഒറ്റയാഴ്ച നമ്മൾ പിടി കൊടുക്കാതെ മുങ്ങി നിന്നാ മതി. അതിനിടയ്ക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കും. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോകും? എവിടെ പോയി നിൽക്കും? ഈ വാടി ഞാനില്ലേ കൂടെ? നിന്നെ ആരും പിടിച്ചു തിന്നാൻ ഞാൻ നോക്കിക്കോളാം. നിന്നെയോ? എന്നെ തിന്നും, എങ്കിലാവും മുള്ളം പന്നിയെ തിന്ന പോലെ ഇരിക്കും. പിന്നെ പിക്നിക്കിനെന്ന് പറഞ്ഞിറങ്ങുമ്പോ അത് നമ്മുടെ
ഇവിടെ നിന്നുള്ള ഫൈനൽ ഇറക്കമാണെന്ന് കരുതിക്കോണം. കയ്യിലുള്ള പൈസ, ഉള്ള ഗോൾഡ്, ഒരു 1-2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്നും വെച്ച് കാണുന്നവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പാഠം കെട്ടി ഇറങ്ങരുത്. എല്ലാം കൂടി ഇതിലൊതുങ്ങണം. പതുക്കെ പതുക്കെ കുറച്ചു പേര് ആ ബസ്സിൽ കയറിക്കൊള്ളൂ. പതുക്കെ 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 നോക്കി കയറ്. സൺസെറ്റ് നേരത്തെയാണോ? അതാണ് ഞാനും നോക്കിയത്. മണി 5 ആവുള്ളൂ. അതെ, ഈ വലിയ മരങ്ങളുടെയാ. പെട്ടെന്ന് അങ്ങിരുണ്ടു. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വിസിൽ കൊടുത്തേരെ. ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങേണ്ടത് 6 മണിക്കാണ്. ആഫ്റ്റർ സീയിങ് ദ സൺസെറ്റ്. സൺസെറ്റ് കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? ലൈനായിട്ട് പോവും. ആ വേഗം ഒന്ന് വേഗമാട്ടെ. ഓടി വരും. ക്യൂ ആയിട്ട് നിന്നോളൂ. അറിയാൻ മതി. എല്ലാവരും വേഗം വരും. ഒന്ന് വേഗം വരും കുട്ടികളെ. എന്താ വീട്ടിൽ പോണ്ടേ? 18, 19, 20, 21, 22, 23, 24. തള്ളാതെ അതിന്റെ കയറി പോയി. ക്യൂറെല്ലാം അവിടെ കയറിക്കാം. 24, 25, 26, 27, 28, 29, 30. പതുക്കെ. പള്ളായത് 31, 32, 33, 34, 41. 6 PM എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 മണി ആയിട്ടേ ഉള്ളൂ. ഒക്കെ ആയി. ഒന്നും ആയിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചു തരരുത്. അങ്ങോട്ട് കയറി കൂട്ടി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. 43, 43, 44, 45, 46, 47, 48, 49, 50, 51, 52. How many? 52. എനിക്കാണല്ലോ കുറവ്. എനിക്ക് 41 ഉള്ളൂ. അത് ടീച്ചറിന്റെ സ്വഭാവത്തിന്റെയാ. A drop of golden sun. Me, a name I call myself. For a long, long way to run. So I didn't pull it fresh. Long and not to follow so. Deep, I bring the sun and fresh. Got to be ആദ്യം ചെയ്യേണ്ടത് ഈ യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ് ഇടുക എന്നുള്ളതാണ്. ഇത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പാ. ഊരാന്ന് പറഞ്ഞ ഊരിയെ ഒക്കും. യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ. യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർഡ്സാ. നമ്മൾ ആരാന്ന് പിന്നെ ആർക്കും പറയാനൊക്കില്ല. പിന്നെ അത് നമ്മൾ തീരുമാനിക്കണം. ഒരു ജീൻസും ടോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാ. One, two, three പറഞ്ഞിട്ട് തപ്പെന്നങ്ങ് ഊരുക. ഓക്കെ? റെഡി? 1, 2, 3.
See the train? Very nice. അവന്മാർ ഇനിയും കറങ്ങി വരും. ഒരു പാതി ഷിറ്റിൽ നിൽക്കുന്ന മാതിരി ഉണ്ട്. And then the problem of land erosion is there. One fine morning, ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. These trees, these hills. You mean cyclone? Yeah, can be cyclonic. Can't predict it. Because these two stupid kids came in the way. I think they are going to get from it. It's getting on my nerves. Really? Auto. ടൗണിലേക്ക്. പോടാ. അതെടുക്കൂ. ഏറ്റവും ചീപ്പായിട്ടുള്ളത് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. കയ്യിരിക്കുന്ന പൈസക്ക് ഭയങ്കര വിലയാ. ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന വാടകയാകും മൊത്തം വില. മനസ്സിലായി. ഇത് മതി. എവിടെയാ നിട്ടു നോക്കാൻ? അവിടെ ചേഞ്ച് ക്യാബിൻ. നൈറ്റ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട് രക്ഷപ്പെട്ടു. എവിടെ? നീ വാ, അതൊക്കെ കിട്ടും. Now it's only 7:30. Night is still young, my baby. So that was how the whole drama evolved, is it? പിന്നാലെയുണ്ട്. ഞാൻ കണ്ടു. ലേഡീസ് ഹോസ്റ്റലിന് ഏത് ബോർഡ് കണ്ടാലും അറച്ചു നിൽക്കാതെ കേറിക്കോണം. നമ്മൾ അത് നോക്കി വന്നാലേ തോന്നാവൂ. ഇവിടെ ഈ കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒരു മഠം ഉണ്ടല്ലോ, അതെവിടെയാ? കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോ കറുത്ത കുപ്പായമുണ്ട്, ബ്രൗൺ കുപ്പായമുണ്ട്. ഇത് കറുത്ത ഉപ്പായ, കാത്തലിക്സ്. അവിടെ പോവാൻ നിങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങളുടെ ചേച്ചി എവിടെയുണ്ട്. ആരുടെ ചേച്ചി? ഞങ്ങളുടെ ചേച്ചി. നിങ്ങള് സിസ്റ്റേഴ്സ് ആണോ? അതെ. അതിനെ നിങ്ങൾ ഈ റോഡിൽ കിടന്ന് ഇറങ്ങിയാൽ എങ്ങനാ? അമ്മമാരുടെ മട നിൽക്കുന്നത് വടക്കോട്ട് കിടക്കുന്ന റോഡിലാണല്ലോ. ഓ, അപ്പൊ വന്ന വഴി മുഴുവൻ ഞങ്ങൾ തിരിച്ചു കിടക്കണം. ആ, പക്ഷെ നിങ്ങൾക്ക് അവിടെ നടന്നെത്താൻ എളുപ്പമല്ല, വഴിയും കൊള്ളുകയില്ല. ആട്ടോ ഓടിച്ചാലേ പോകാനൊക്കും. ആണോ? പ്ലീസ് ഒരു ഓട്ടോ പിടിച്ചു തരൂ. നിങ്ങളാവുമ്പോ കുഴപ്പമില്ലാത്ത ഓട്ടോക്കാരെ അറിയായിരിക്കുമല്ലോ. വാ. തനിക്ക് ആ ബീച്ചിലോട്ട് പോകുന്ന റോഡിലെ അമ്മമാരുടെ മടം അറിയാമോ? ഏതാ? പോസ്റ്റ് ഓഫീസിന്റെ പുറകിലുള്ളതാ? അല്ല, ഇത് താഴത്തെ റോഡിൽ ആശുപത്രിയുടെ അപ്പുറത്തിരിക്കുന്നു. ആ, മനസ്സിലായി. ഇവരെ അവിടെ കൊണ്ടാക്കണം. ഓ, ആ കേറ്. താങ്ക് യു. ഇല്ലേ?
ആ വിട്ടോ. മദറില്ലേ? ഉവ്വ. താങ്ക് യു. താങ്ക് യു. വിട്ടോ, നേരെ വിട്ടോ. We don't entertain strangers here. ഞങ്ങൾ ഇന്ന് ഈ ടൗണിൽ സ്റ്റാൻഡേർഡാ. ഒന്നാമതേ ഞങ്ങൾക്ക് ഈ സ്ഥലം വലിയ പരിചയം പോരാ. നോ നോ നോ, അപരിചിതരെ കയറ്റി കിടത്തി ഉറക്കാനുള്ള സ്ഥലമല്ല ഇത്. അതിനുള്ള ഫെസിലിറ്റീസും ഞങ്ങൾക്കില്ല. വലിയ ഫെസിലിറ്റീസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു മുറി കിട്ടിയാ മതി. മുറി കിട്ടിയില്ലെങ്കിൽ വരാന്ത ആയാലും മതി. പ്ലീസ് മദർ. പുറത്ത് ഇറ്റ്സ് അൺസേഫ്. നിങ്ങൾ എന്തിനാ ഈ ടൗണിൽ വന്നു? ദാ ഇവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നു. എവിടെയാണ് ഫ്രണ്ട്? പ്ലാന്റിന്റെ മാത്തുക്കുട്ടി ചായനില്ലേ, ഇലിപ്പംകുളത്തെ, അവളുടെ ഒരു കസിൻ, അവരാച്ചനുപ്പാപ്പന്റെ മോള് പൗളീൻ, ഇവളുടെ ഫ്രണ്ടാ. വന്നപ്പോ അവരെല്ലാം കൂടി കൊടൈക്കനാലിൽ പോയിരിക്കുന്നു. അതുകൊണ്ടാ അമ്മു ഇങ്ങനെ ഒരു പടുതി വന്ന് പെട്ടത്. അതിരാവിലെ ഞങ്ങൾ സ്ഥലം വിട്ടോളാം. പരിചയമില്ലാത്ത ഒരാളെയും പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ ഇല്ല. യു ആർ എ ക്രിസ്ത്യൻ, വി ആർ ഓൾസോ ക്രിസ്ത്യൻസ്. അതുകൊണ്ട് ഒരു രാത്രിയിലേക്ക് ഷെൽട്ടർ ചോദിച്ചു വന്ന രണ്ട് പെൺകുട്ടികളെ പരിചയമില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞ് ഒരു സിറ്റി ബൈ നൈറ്റിന്റെ ക്രൂരതയ്ക്ക് എറിഞ്ഞു കൊടുക്കണമെന്നാണോ, അതോ അവർക്ക് ചുരുണ്ടുകൂടാൻ ഒരു വരാന്ത കൊടുക്കണമെന്നാണോ? എന്താ ക്രിസ്തു പറഞ്ഞേക്കുന്നത്? ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ ക്രിസ്ത്യാനിറ്റി. അമ്മ രാവിലെ പേപ്പറിൽ വായിക്കും, ഗാങ് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് എവിടെയെങ്കിലും റോഡിൽ കിടക്കുന്നെന്ന്. നിൽക്കൂ, വരൂ. രാവിലെ പൊയ്ക്കൊള്ളണം. ഓക്കെ മദർ. ഇന്നൊരു രാത്രി ഇവിടെ കഴിഞ്ഞോളൂ. താങ്ക് യു മദർ. ഭക്ഷണം കഴിച്ചതാണോ? കഴിച്ചു. ആ മറ്റേ ഗസ്റ്റ് റൂം ഒന്ന് തുറന്നു കൊടുക്കും. ഒപ്പം പൊയ്ക്കോളൂ. പ്രാർത്ഥിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. താങ്ക് യു മദർ. ഗുഡ് നൈറ്റ് മദർ. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കിതാ ഈ ബെഡ് യൂസ് ചെയ്യാം. അവിടെ ബാത്റൂം, ലൈറ്റ്സ് ഇവിടെ. താങ്ക് യു സിസ്റ്റർ. വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. ഒന്നുമില്ല. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സിസ്റ്റർ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉറങ്ങാനൊന്നും നോക്കണ്ട. പേപ്പർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. പേപ്പറിലുണ്ടാവോ? പിന്നെ ഇപ്പൊ അവരോട് എത്തിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. വി ആർ ക്വയറ്റ് ഫാസ്റ്റ്. വേഗം ഇറങ്ങി വരൂ. 1 2 3 4 5 6 7 8 9 ആവൂ, ഒരു തലവേദന തീർന്നു. ഒരു കൊല്ലത്തെ. ഇക്കൊല്ലം
ഇക്കൊല്ലം ഇനി എന്റർടൈൻമെന്റിന്റെ പേരും പറഞ്ഞു കിടന്ന് ചാവണ്ടല്ലോ. ഏതായാലും ദേവിയെ സമ്മതിച്ചു. കുറെ ബുദ്ധിമുട്ടിയാൽ ഇക്കൊല്ലം ആ സെക്ഷൻ അങ്ങ് കലക്കി. എന്താ ടീച്ചറെ? 2 പിള്ളേര് മിസ്സിംഗ് ആണ്. എണ്ണം എടുക്കുമ്പോ 2 പേര് കുറവാ. എണ്ണം എടുത്തപ്പോ തെറ്റിയതാണോ? അല്ല, എല്ലാവരും രണ്ടാമത് വിളിച്ച് ഞാൻ എണ്ണം എടുത്തു. 2 കുട്ടികളില്ല. അവര് തന്നെ. സാലി നിമ്മീൻ. അതെ. ബസ്സിനുള്ളിൽ വെച്ച് അവരെ കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ചു അവര് മറ്റേ ബസ്സിലായിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നും മിണ്ടാതിരിക്കും. ബഹളം വെക്കണ്ട. സാറെ കണ്ടെന്നുള്ളത് ഉറപ്പാണോ? ഞാൻ കണ്ടതാ. അപ്പോൾ ജീസസ് ഞാൻ കണ്ടതാ. അവരെ തന്നെ? അവരെ തന്നെ. അവരെന്നോടൊന്ന് വഴക്കിന് വരികയും ചെയ്തു. പിന്നെങ്ങനെ? ബസ് വഴിയിലൊന്നും നിർത്തിയിട്ടുമില്ല.